മലയാളികളായ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് അരിഭക്ഷണം കഴിക്കുന്നവരാണ്. അരിഭക്ഷണം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണം മാത്രമല്ല, ഒരു സംസ്കാരമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗവും പ്രമേഹവും കേരളത്തിലാവാനുള്ള കാരണം മറ്റൊന്നല്ല. എന്തുകൊണ്ടാണ് അരിഭക്ഷണം ഹൃദയത്തിനും രക്തധമനികൾക്കും ഇത്രയും അപകടമായി മാറുന്നത്? വെള്ള അരിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 70 മുതൽ 90 വരെയാണ്. എന്ന് വെച്ചാൽ പച്ചക്ക് മധുരം കഴിക്കുന്ന അതേ എഫക്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്ക് സാധാരണ കഴിക്കുന്ന അരിഭക്ഷണത്തിന്റെ ഒരു മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഷുഗർ എന്ന് പറയുന്നത് ഒരു 80 ഗ്രാം പഞ്ചസാര കഴിക്കുന്ന അത്രയ്ക്ക് എഫക്റ്റ് ആണ്. ഇത്രയും ശരീരത്തിലെത്തുമ്പോൾ ശരീരത്തിൽ ഷുഗർ സ്പൈക്കിയാണ്, ഇൻസുലിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയാണ്. ഇത് കാരണം ഒരുപാട് കേടുകൾ പിന്നെ തുടങ്ങുകയാണ്. നമ്മൾ ഓരോരുത്തരും ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രം നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 70% ചോറായിരിക്കും. എന്ന് വെച്ചാൽ ഷുഗറിന്റെ ഒരു ബോംബ്. പിന്നെ കുറച്ച് കറി, പച്ചക്കറി, ചിലപ്പോൾ കോഴിയിറച്ചി, മീന്. പക്ഷേ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപകടം തുടങ്ങി. ഇതിങ്ങനെ ഓരോ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ശരീരകോശങ്ങളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയാണ്. എന്ന് വെച്ചാൽ ഇൻസുലിൻ പറയുന്നത് കോശങ്ങൾ കേൾക്കാണ്ടാവുകയാണ്. ഇത് കാരണം കാലക്രമേണ പ്രമേഹം, അമിതവണ്ണം, അമിതമായ ട്രൈഗ്ലിസറൈഡ്, നല്ല കൊളസ്ട്രോൾ കുറയുക, BP കൂടുക, ഇതുപോലുള്ള ഓരോ മെറ്റബോളിക് അസുഖങ്ങൾ തുടങ്ങിയായി. പണ്ടത്തെ കാലത്ത് നമ്മുടെ പഴയ തലമുറ ഒരുപാട് കായികമായി അധ്വാനിച്ചിരുന്ന കാലത്ത്, കഠിനമായി ജോലി ചെയ്തിരുന്ന കാലത്ത് ഏകദേശം ഒരു 3000-4000 കാലറി വരെ ഓരോ ദിവസവും അവർ കത്തിച്ച് കളയുന്നുണ്ടായിരുന്നു ജോലി ചെയ്തിട്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഏകദേശം ഒരു 1000 ഗ്രാം വരെ ചോറ് വേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും വീട്ടമ്മമാരും ഏകദേശം ഒരു 2000 കാലറി മാത്രമേ ദിവസം ഉപയോഗിക്കുന്നുള്ളൂ. എന്നാലും അവരുടെ ചോറിന്റെ അളവ് പണ്ടുള്ളവർ കഴിച്ചിരുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം, എത്ര ചോറ് നമുക്ക് ശരീരത്തിന് കേടില്ലാത്ത രൂപത്തിൽ കഴിക്കാൻ സാധിക്കും? ഹൃദയാരോഗ്യ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 150 ഗ്രാം ഒരു തവണ. ഈ 150 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പിടി ചോറ് എന്നൊക്കെ പറയില്ല, അത്രേ വരുള്ളൂ കേട്ടോ. സാധാരണ സ്ഥിരമായിട്ട് നന്നായിട്ട് ചോറ് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 150 ഗ്രാമിലേക്ക് മാറുമ്പോൾ അയാൾക്കത് ഞെട്ടൽ ഉളവാക്കും. ഈ ഒരു അളവിലേക്ക് നമ്മൾ എല്ലാവരും എത്തണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചോറിന്റെ പകുതിയാക്കുക കുറച്ചു കാലം, പിന്നെ അതിനുശേഷം വീണ്ടും അതിന്റെ പകുതിയാക്കുക. ഈ ഒരു അളവിലേക്ക് 1-2 മാസം കൊണ്ട് എത്തിപ്പെടാൻ നോക്കുക. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം വരിക, ഇങ്ങനെ ചെയ്താൽ വിശപ്പ് മാറുമോ എന്നുള്ളതാണ്. അതിനൊരു പോംവഴിയുണ്ട്. നമ്മുടെ പ്ലേറ്റിനകത്ത് സാധാരണഗതിയിൽ എപ്പോഴും ചോറാണ് കൂടുതൽ ഉണ്ടാവുക. ബാക്കി സൈഡിൽ കുറച്ച് ഐറ്റംസ് ആയിരിക്കും. അതിന് പകരം പ്ലേറ്റിന്റെ പകുതി ഭാഗം മുഴുവനായിട്ടും വെജിറ്റബിൾസ്, തോരൻ, മെഴുക്ക് പുരട്ടി, അവിയൽ, പയർ, ബാക്കിയുള്ള പ്ലേറ്റിന്റെ ഭാഗത്തൊരു 1/4 ഭാഗം പ്രോട്ടീൻ ആയിട്ട് മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ, അതല്ലെങ്കിൽ കോഴിമുട്ട, കടല തുടങ്ങിയവ. ഇപ്പോൾ പ്ലേറ്റിൽ ബാക്കി ഉണ്ടാവുക ഒരു 1/4 ഭാഗം മാത്രമാണ്. അവിടെ നമുക്ക് ചോറ് വെക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചഭക്ഷണത്തിന്റെ പ്ലേറ്റിലെ സൈഡാണ് ഇനി ചോറായിട്ട് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു മെച്ചം കൂടെ ഉണ്ട്. വെജിറ്റബിൾസിലുള്ള ഫൈബർ വയറ്റിൽ ആദ്യം എത്തുമ്പോൾ ചോറിൽ നിന്നുള്ള ഷുഗറിന്റെ ആകിരണത്തെ അത് പരമാവധി കുറയ്ക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചോറ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നും, വിശപ്പ് മാറും, ഉന്മേഷം തിരിച്ചു കിട്ടും. സാധാരണഗതിയിൽ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മയക്കം തോന്നാറുള്ളത് ഇതോടെ മാറിക്കിട്ടും. മൂന്നാമത്തെ ചോദ്യം, വെള്ള അരിക്ക് പകരം ബ്രൗൺ അരി ഉപയോഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാര്യമുണ്ട്. കാരണം മട്ട അരിയിൽ വെള്ള അരിയേക്കാളും 3-4 ഇരട്ടി ഫൈബർ ഉണ്ട്. മാത്രമല്ല അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഷുഗറിന്റെ ഫ്ലക്ച്വേഷൻസ് താരതമ്യേന കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും. പഠനങ്ങൾ കാണിക്കുന്നത് വെള്ള അരിയിൽ നിന്നും മട്ട അരിയിലേക്ക് മാറിയാൽ തന്നെ പ്രമേഹം വരാനുള്ള സാധ്യത 30% കുറയുന്നതാണ്. ഭാഗ്യത്തിന് മട്ട അരി നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ വെറും 1-2 ആഴ്ച കൊണ്ട് തന്നെ ഷുഗറിന്റെ അളവിൽ നല്ല മെച്ചം പ്രമേഹ രോഗികൾക്ക് കാണാൻ സാധിക്കും. അമിതവണ്ണമുള്ളവർക്ക് 3-4 മാസം കൊണ്ട് തന്നെ അവരുടെ ശരീരഭാരം കുറഞ്ഞു തുടങ്ങും. ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം വരാനുള്ള സാധ്യതയും ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും കുറക്കാൻ സാധിക്കും.